ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. കാലാവസ്ഥ ഇച്ചിരി മോശമാണ്. അത് കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഒരു കിടിലൻ സാധനമായിട്ട് വന്ന് നമ്മുടെ നാടൻ മീൻ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ആറ്റുമീനാണ് കിട്ടിയത്. ഇതിൻ്റെ പേര് സിൽവർ എന്ന് പറയും. ആറ്റുമീനാണ് സിൽവർ. ഇവരെ നമുക്ക് വെട്ടിക്കണ്ടിച്ചുകൊണ്ട് വരാം. ഇതിനെ നമുക്ക് വെട്ടിയെടുത്ത് തൊലിയൊക്കെ പൊളിച്ച് നല്ല പീസാക്കി എടുക്കാം. കട്ടി കുറഞ്ഞ തൊലിയാണ് ഇതിൻ്റെ. നല്ല സൂപ്പർ പച്ച മീനാണ്. നല്ല പച്ച മീനാണ്. അതിൻ്റെ പൂവൊക്കെ നല്ല ചുമന്നിരിക്കുന്നുണ്ട്. ആ മീനും പൊളിച്ചു കഴിഞ്ഞു. നല്ല മഴ വരുന്നുണ്ട്. അത് കാരണം തലക്കെട്ടതിന് തുണി തവളത്തൂടെ ചുമ്മാ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് നമുക്ക് മഴയ്ക്ക് മുമ്പ് പീസാക്കി എടുക്കാം. നല്ലപോലെ പീസാക്കി എടുക്കാം. വലിയ പീസായിട്ട് എടുക്കാം. ഇത് കറി വെക്കുകയും ചെയ്യാം, വറക്കാൻ വേണേൽ വറക്കുകയും ചെയ്യാം. അതുപോലത്തെ മീനാണ്, നല്ല മീനാണ്. ആ പരുവത്തിലാണ്. ഒരു പീസ് കഴിച്ചാൽ മതി. അപ്പോൾ ലാവിഷായിട്ട് 2 പ്ലേറ്റ് ചോറിനാണ്. എന്നിപ്പം ഇതും അരിഞ്ഞു കഴിഞ്ഞു. മീനെ പീസാക്കി കഴിഞ്ഞു. അടുത്ത് നമുക്ക് മീൻ കഴുകാനായിട്ട് ആദ്യം നമുക്ക് ശാല ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉളുമ്പൊക്കെ പോകാനായിട്ട് ശാല ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ തേച്ച് കൊടുക്കാം. ആ ഉളുമ്പൊന്ന് പോകാനായിട്ട് നല്ലപോലെ തേച്ചിട്ട് കൊടുക്കുക. കഴുകാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകണം. നമുക്ക് കഴുകിയിട്ട് കാണാം. നല്ല വെള്ളി പോലെ നല്ല സൂപ്പറായിട്ട് കഴുകിയിട്ടുണ്ട്. ലാസ്റ്റ് കഴുക്കുമായി നമുക്ക് ഇവനെ വാലാൻ വെക്കാം. ഈ തട്ടത്തിലോട്ട് കിടക്കട്ടെ. സൂപ്പർ മീനാണ്. ഇപ്പോൾ നമുക്ക് ഇവനെ കറി വെക്കാനായിട്ട് പോകാം. അതിനുള്ള വേണ്ടി സാധനങ്ങൾ എടുക്കാൻ പോകാം. നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള ആദ്യം കൊച്ചുള്ളി അങ്ങ് അരിഞ്ഞു കൊടുക്കാം. ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുക്കാം. ചുമന്നുള്ളി അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് വെളുത്തുള്ളി അരിയാം. വെളുത്തുള്ളിയും അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് എടുത്തിടാം. പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിയാം. ഇഞ്ചി ചെറുതായിട്ട് ഇരിക്കും. ഇഞ്ചി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത പാത്രം നമുക്ക് മീൻ വെക്കാനായിട്ട് പഴുത്താനായിട്ട് പോകാം. പാത്രം വെക്കാനായിട്ട് പോകാം. പാത്രം ചൂടാകാനായിട്ട് കൊണ്ടുപോകും. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ആ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് എല്ലാവരും മീൻ്റെ അത് കടുകൊന്നും ഇടത്തില്ല. നമ്മൾ നാടൻ കറിയാണ്. നമ്മൾ പഴയ രീതിയിലുള്ള കറിയാണ് വെക്കുന്നത്. നമ്മൾ നല്ല കടുകൊക്കെ ഇട്ട് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഉലുവായും കൂടി ഇട്ട് കൊടുക്കും.
അതിൻ്റെ അകത്തോട്ട് കടുകും പൊട്ടി ഉലുവായും പൊട്ടി. അതപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയുടെ അരിഞ്ഞ പീസാക്കിയത് അത് ഇട്ട് കൊടുത്തേക്കാം. ഉള്ളിയെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് വെളുത്തുള്ളിയുടെ ഇതിൻ്റെ അകത്തങ്ങ് ആ മൂപ്പായിക്കോട്ടെ. നല്ല മണമൊക്കെ അടിക്കാൻ തുടങ്ങി. കടുകിൻ്റെ ഇതാണ് നാടൻ കറി എന്ന് പറയാൻ, നാടൻ കറി. നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുകയാണ്, എടുത്തിട്ടേക്കാണ്. നല്ല ഒന്ന് മൂക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. ഗുരുവായൂരിൽപ്പെട്ടവർ കടുകൊന്നും ചേർക്കത്തില്ല ഇതിന്. പക്ഷേ ഞങ്ങൾ കടുകൊക്കെ ചേർക്കും. പഴയ ഞങ്ങൾ അമ്മ ഒക്കെ മീൻകറി വെക്കുമ്പം കടുകൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് മീൻകറി എന്ന് പറയുന്നത്. ഏത് ആറ്റുമീനാണേലും കടമീനാണേലും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ രീതിയിലാണ് വെക്കുന്നത്. ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തേക്കാം അതിൻ്റെ കൂടെ. നമുക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഏതാണ്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ചുമന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പുളിയെ കഴുകി വെച്ചിരിക്കുന്ന പുളിയെ ഒരു 3-4 ചുള ഇടുക. 4 ചുളയും കൂടി ഇടുക എണ്ണയ്ക്കകത്തോട്ട്. 4 ചുള പുളിയും കൂടി ഇട്ട് കൊടുക്കും എണ്ണയ്ക്കകത്തോട്ട്. ഇത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴത്തുക. വഴത്തുമ്പോഴത്തേന് എന്നാന്ന് ചോദിച്ചാൽ ഇത് ഈ പുളി വരെ നമുക്ക് കടിച്ച് തിന്നാം. എണ്ണയ്ക്കകത്തിട്ട് വഴത്തിയാൽ അതിന് പ്രത്യേക സ്വാദാണ്, രുചിയായത്. ആടക്കറി എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാന്ന് വെച്ചാൽ ഈ പുളി ആർക്ക് വേണമെങ്കിലും കഴിക്കാം. കൊച്ചു പിള്ളേർ വരെ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ കഴിക്കും. അതാണ് രസം. ഇതിൻ്റെ കൂടെ നമുക്ക് കരിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. എല്ലാം ചുവന്നിട്ടുണ്ട്. മസാല ചേർക്കുന്നതിന് മുമ്പേ കരിവേപ്പിലയുടെ നല്ല നാടൻ കരിവേപ്പില, നല്ല മണമുണ്ട്. നല്ല മണം. ഈ കരിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. എനിക്ക് നമുക്ക് ഇത് വഴന്നിട്ടുണ്ട് എല്ലാവേ. ഇതിൻ്റെ മസാലക്കൂട്ടും കൂടി ഇട്ടും കൊടുത്തേക്കാം. മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കണം. വലിയ മീനാണ്, ഇച്ചിരി കൊഴുപ്പ് വേണം. അതിനാണ് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നത്. 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കണം. പച്ചമുളകും കൂടി ഇട്ടുകൊണ്ട് അത് അത്രയും മതി. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ. പിന്നെ പെരുംജീരകമുണ്ട്. പെരുംജീരകം കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴത്ത്. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. മസാലയുടെ എല്ലാം കൂടെ വന്നപ്പോഴത്തേന് നല്ല മണമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പച്ചിപ്പൊന്ന് മാറാൻ വേണ്ടി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കാലാവസ്ഥയൊക്കെ മോശമാണ്. നല്ല മഴയൊക്കെ വരുന്നുണ്ട്, കഴക്കാറുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ പെട്ടെന്ന് പണി കഴിഞ്ഞ് നമുക്ക് കയറാം. എല്ലാം വഴന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല ഒന്ന് തിളയ്ക്കണം. ഇതിന് പുളിയുടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പുളി എടുത്ത വെള്ളമാണ്. പുളിയുടെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കും. തിളച്ചോന്നായി നോക്കാം നമുക്ക്. നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അതൊക്കെ മീൻ ഇട്ട് കൊടുക്കാം. അതിന് നല്ല കട്ട വെട്ടിക്കഴുകി വെച്ച നല്ല സൂപ്പർ മീന്, നല്ല പീസാക്കിയ നല്ല സൂപ്പർ മീനാണ്. വേണ്ട
ഒരു മീനിൻ്റെ പീസ് കഴിച്ചാൽ മതി, വയറ് നിറച്ച്. മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി സൂപ്പർ മണമൊക്കെ അടിക്കാൻ തുടങ്ങി. ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് ഇവനെ ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് വേകട്ടെ. വേകുന്നതിന് മുമ്പേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. ഇനി നമുക്ക് വെന്തോന്ന് നമുക്ക് ആദ്യം നോക്കാം. ആഹാ, എൻ്റെ അമ്പമ്പോ എന്നാ സൂപ്പർ മണമാണ് ഇത്. നല്ല സൂപ്പർ മണം. നല്ല വെന്തിട്ടുണ്ട്. നല്ല പരുവത്തിന് നല്ല മണം അടിക്കാണ്. നല്ല വെന്തിട്ടുണ്ട്. നല്ല മണം. ആദ്യം നമുക്ക് എടുത്ത് കളയായത് അല്ല, കുതി എന്തെങ്കിലും കിട്ടിയെങ്കിലും പറമ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കപ്പയുടെ കൂടെ ഒന്ന് വെച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എൻ്റെ അമ്മമ്പോ സൂപ്പർ സാധനം കേട്ടോ. നല്ല എരിവും പുളിയും നല്ല സ്വയം സാധനമാണ്. അടിച്ചു പൊളിച്ചു. നാടൻ മീൻകറി. ഇതാണ് നാടൻ മീൻകറി. നാടൻ ഒരു ആറ്റുമീൻ കറി. ഇതാണ് ആറ്റുമീൻ കറി. നല്ല സൂപ്പർ സാധനം. എൻ്റെ അമ്മമ്പോ നിന്റെ അമ്പമ്പോ സൂപ്പർ സാധനം കേട്ടോ. കപ്പയും മീനും സൂപ്പർ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബർ ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ ഉണ്ട് അടിച്ചേക്കണേ. സൂപ്പർ കപ്പയും മീൻകറിയാണ്. തെണുമ്പള ഉണ്ടാക്കിയ മീൻ കപ്പ. അതിൻ്റെ കൂടെ മീൻകറി ഞാനും ഉണ്ടാക്കി. നമ്മൾ സൂപ്പർ രണ്ടും കൂടെ ചേർന്ന് സൂപ്പർ സാധനമാണ്. അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.